ഹലോ. ഒരു പുഞ്ചിരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളൊരു മലയാള സിനിമ പാട്ട് കേട്ടിട്ടില്ലേ? ചിരിക്കാം ചിരിക്കാം ചിരിച്ചും കൊണ്ടിരിക്കാം, ചിരിയുടെ അമിട്ടിന് തിരികൊളുത്താം, ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചൂടെ. അപ്പം ചിരിക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വാക്കുകളെ പറ്റി പറഞ്ഞിരുന്നു. ഇന്ന് ചിരി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്നുള്ളതാണ് ഈ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ഒരിക്കലും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മൾ ജനിച്ച് ഒരു 6 മുതൽ 8 ആഴ്ചകൾക്കുള്ളിലാണ് നമ്മൾ ചിരിക്കാൻ തുടങ്ങുന്നത്. ജനിച്ച ഉടനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ചിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു സോഷ്യൽ സ്മൈല് 6 മുതൽ 8 ആഴ്ചകൾക്കുള്ളിലാണ്. കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മൾ ഒരുപാട് ചിരിക്കുമായിരുന്നു. ചെറിയ കാര്യങ്ങൾ കേട്ടാൽ മതിയായിരുന്നു നമുക്ക് പൊട്ടിച്ചിരിക്കാൻ. മുതിർന്ന് വന്നപ്പോൾ, ജീവിതത്തിൻ്റെ സീരിയസ്നെസ്സിലേക്ക് വന്നപ്പോൾ പലർക്കും ചിരി അപൂർവമായൊരു കാര്യമായി മാറി. ചിരിക്കാൻ പലരും മറന്നു പോകുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. എന്തൊക്കെയാണ് ചിരിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്നുള്ളതാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നിയാൽ അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ചിരിക്ക് എന്തൊക്കെയാണ് ആരോഗ്യ ഗുണങ്ങളുള്ളത്? ഒന്നാമത് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കും. നമ്മൾ തന്നെ ഈ മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കുക. നമ്മൾ സീരിയസ് ആയിട്ട് ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ഫോട്ടോ, ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ മൊബൈലിൽ ഒരു പ്രശ്നമില്ലല്ലോ, ഒരു ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് നോക്കുക. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഫോട്ടോയിൽ വരുമ്പോൾ ഞാൻ ചിരിക്കില്ലായിരുന്നു. ഇപ്പം ഞാൻ ഫോട്ടോസിലൊക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും എന്നോട് തന്നെയാണ് ഞാൻ ആ മോട്ടിവേഷൻ കൊടുക്കുന്നത്. എനിക്ക് വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി പ്രയോജനമുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ടാബ്ലറ്റ്സ് എടുക്കാതെ ഉറങ്ങുന്നുണ്ട്. എനിക്ക് ഒരുപാട് മാനസികമായിട്ട് സന്തോഷം വരുന്നുണ്ട്. കാരണം നമ്മളൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളത് നന്നായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതെനിക്ക് തന്നെയാണ് ഗുണങ്ങൾ. എന്നെപ്പോലെ മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഈ ചിരിയുടെ ആരോഗ്യ ഗുണങ്ങളെ പറ്റി പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചിരിയുടെ ആരോഗ്യ ഗുണങ്ങൾ? ഒന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സൗന്ദര്യം കൂട്ടും, നമ്മുടെ അട്രാക്ഷൻ, നമ്മുടെ ആകർഷകത്വം കൂട്ടുന്നു. നമ്മൾ എത്ര വില കൂടിയ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചാലും, എത്ര വില കൂടിയ ഡ്രസ്സ് ഉപയോഗിച്ച് എത്ര ഭംഗിയായിട്ട് ഒരുങ്ങിയാലും മുഖത്തൊരു ചിരിയില്ലെങ്കിൽ കാണുന്നവർക്ക് വളരെ അരോചകമായിരിക്കും. അതേസമയം ഈ ഒരുങ്ങുന്നതിനോടൊപ്പം നമ്മുടെ മുഖത്തൊരു നറുപുഞ്ചിരി കൂടെ ഉണ്ടെങ്കിൽ കാണുന്നവർക്കും ഒരു ആകർഷകത്വം തോന്നും, ഒരു സന്തോഷം തോന്നും. അപ്പോൾ ഒന്നാമത് ചിരി നമുക്ക് സൗന്ദര്യം കൂട്ടും. രണ്ടാമത്തതായിട്ട് നല്ല ഹൃദ്യമായിട്ടുള്ള ചിരി. അത് നമ്മുടെ ശരീരത്തിൻ്റെ പിരിമുറുക്കം കുറയ്ക്കും, മനസ്സിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കും, നമ്മുടെ ശരീരവേദനകളൊക്കെ കുറയ്ക്കും. അപ്പോൾ ചിരി ഒരു ഔഷധം കൂടിയാണ്, ഒരു മരുന്ന് കൂടിയാണ്. നമ്മുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള സുസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഔഷധമാണ് ചിരി. പിന്നെ അടുത്തത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു ചിരി. അതെങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ജീവിതത്തിൽ ഡെയിലി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്ട്രെസ് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ സ്ട്രെസ് ഹോർമോണുകൾ നമുക്ക് രോഗങ്ങളുണ്ടാക്കും. അപ്പം നമ്മൾ ചിരിക്കുമ്പോൾ ഈ സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് കുറയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രോഗപ്രതിരോധ കോശങ്ങളുണ്ട്. ആ സെല്ലുകളുടെ അളവ് കൂട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇൻഫെക്ഷനൊക്കെ തടയുന്ന ആൻറ്റിബോഡീസിനെ കൂടുതലായിട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു ശമനം ഉണ്ടാവും. അപ്പോൾ ചിരിക്കുക, രോഗങ്ങൾ വരാതിരിക്കാൻ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ ചിരി നമ്മളെ സഹായിക്കും. ഇനി അടുത്തത് എന്താണ്? ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എൻഡോർഫിൻസ് എന്ന് പറയുന്ന രാസവസ്തുക്കൾ ഉണ്ടാകുകയാണ്. ഈ രാസവസ്തുക്കൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു സന്തോഷം ഉണ്ടാവും, മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൻ്റെ വേദനകൾ, മനസ്സിൻ്റെ സ്ട്രെസ്സ് ഒക്കെ കുറയുന്നു. ഈ നമ്മൾ കരയുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ദേഷ്യപ്പെടുമ്പോഴാണ് കൂടുതലായിട്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ടാകുന്നുണ്ട്.
ആ കോർട്ടിസോൾ ഇങ്ങനെ പലപ്പോഴായിട്ട് നമ്മളിങ്ങനെ ദേഷ്യപ്പെടും, ദിവസവും നമ്മളിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ഈ കോർട്ടിസോളിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് അസുഖങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പം ചിരിക്കുമ്പോൾ ഈ എൻഡോർഫിൻസ് ഉണ്ടാവുകയും ഈ കോർട്ടിസോളിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ആ കോപത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ ചിരി വളരെ സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഗുണമെന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലുകളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു, രക്തയോട്ടം കൂട്ടുന്നു. അപ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ മറ്റ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയിൽ നിന്ന് നമ്മളെ ചിരി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്തതാണ് പറയുന്നത്, ഒരു ദിവസവും ഒരു 10-15 മിനിറ്റ് നമ്മൾ ചിരിക്കാൻ സമയം കണ്ടെത്തിയാൽ, അത് ഏത് രീതിയിലാണ്, കൂട്ടുകാരും ഒന്നിച്ചാകാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും തമാശകൾ കണ്ടിട്ടാവും, ചിരിക്കാൻ ഒരു 10-15 മിനിറ്റ് ചിരിക്കുന്നതിലൂടെ ഒരു 40 കലോറി വരെ എരിച്ചു കളയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഒത്തിരി ചിരി ക്ലബ്ബുകളുണ്ട്. ഞങ്ങളുടെ ഒരു സുഹൃത്തിനുണ്ട് ഒരു ചിരി ക്ലബ്ബ്. അപ്പോൾ അവരെ ആളുകൾ ഒന്നിച്ചു കൂടിയും ഇങ്ങനെ പലതരം ചിരികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പം അതൊരു എക്സസൈസ് കൂടിയാണ്, ഒരു ബോഡി എക്സസൈസ് കൂടിയാണ്. നമ്മുടെ കുറേ കലോറികൾ എരിച്ചു കളയാനായിട്ട് അത് സാധിക്കും. പിന്നെ നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ചിരി ആയുസ് കൂട്ടുമെന്ന്. നോർവേയിൽ ഈയിടെ നടത്തിയ ഒരു പഠനത്തിൽ നർമ്മബോധമുള്ളവർ ചിരിക്കാത്ത ആളുകളെക്കാൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ചിരി ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. പിന്നെ ഈ ചിരി ഒരു പകർച്ചവ്യാധി പോലെയാണ്, ഒരു കണ്ടേജിയസ് ആണ്. നമ്മുടെ പുഞ്ചിരി മറ്റുള്ളവരിലേക്കും പടരുകയാണ്. അപ്പം നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുന്നു. അതുപോലെ ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പടർത്തുന്നു. അതുവഴി മറ്റുള്ളവരുടെ മാനസികാവസ്ഥയും മെച്ചപ്പെടുന്നു. ഇവിടെ ഒരു ഊർജ്ജ കൈമാറ്റമാണ് നടക്കുന്നത്. അപ്പോൾ ചിരി മറ്റുള്ളവരിലും സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ചിരിയാണ് നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരിയാണ് നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് അടുപ്പിക്കുന്നത്. നമ്മളൊരു അപരിചിതമായ ഒരു സ്ഥലത്തെത്തി, ആളുകളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, നമുക്കൊരു നഷ്ടവും വരാനില്ല, പകരം ഒരുപാട് ഗുണങ്ങളുമുണ്ട്. ആ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ഒരാൾ വന്നാൽ ഒരു ചിരി തിരിച്ചു കൊടുക്കാതിരിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ പുഞ്ചിരിക്ക് കഴിയും. പുഞ്ചിരിക്കുന്നവരോട് ചേർന്ന് നിൽക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴും റഫായിട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് ഒരു ചിരിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകളോട് കൂട്ടുകൂടാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ അവരുമായിട്ട് കൂട്ടുകൂടാൻ എല്ലാവരും ആഗ്രഹിക്കും. അതുപോലെ നിങ്ങളുടെ ചിരിയും തമാശയും ഒക്കെ നർമ്മം ബന്ധങ്ങളിലെ വിയോജിപ്പുകളും പിരിമുറുക്കങ്ങളും ഒക്കെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. പിന്നെ കളിതമാശകൾ നിറഞ്ഞ ആശയവിനിമയം, നർമ്മത്തിലൂടെയുള്ള ആശയവിനിമയത്തിന് ഒത്തിരി എഫക്റ്റാണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ യൂട്യൂബിലെ അഭിഷാദ് ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു ട്രെയിനർ മോട്ടിവേറ്റർ. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു പോകും. ഒരുപാട് തമാശകളാണ്. തമാശകളിലൂടെ നല്ല നല്ല ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ആ ആശയങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കുകയുമില്ല. കാരണം തമാശയിൽ കൂടെയുള്ള ആശയവിനിമയം വളരെ എഫക്റ്റീവായിരിക്കും. ഇനി ഈ പുഞ്ചിരി ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ആൾക്കാരുണ്ട്. എപ്പോഴും ഒരു പുഞ്ചിരിയോടെ നടക്കുന്ന ആളുകൾ. എന്തെല്ലാം ആളുകൾ ക്രിട്ടിസൈസ് ചെയ്താലും ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാലും അവരവരുടെ ആ പുഞ്ചിരി കളയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ജീവിതത്തിൽ കൂടുതലായിട്ട് വിജയങ്ങളിലെത്താൻ സാധിക്കുമെന്നാണ് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ പുഞ്ചിരി നിങ്ങൾക്ക് വിജയിക്കാൻ ഒരു പ്രേരകമായി തീരും. അപ്പോൾ അതുകൊണ്ട് പുഞ്ചിരി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അങ്ങ് മാറ്റുക. ഇന്ന് ഇഷ്ടംപോലെ ചിരി തെറാപ്പികളുണ്ട്. സ്മൈൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് സൈക്കോളജിക്കലായിട്ട് മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് ചിരി തെറാപ്പിയിലൂടെ അവരുടെ മനസ്സിനെ ശക്തമാക്കാനും ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. അതുപോലെ ചിരി ക്ലബ്ബുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരി ക്ലബ്ബുകളുണ്ട്. ചിരി യോഗയിൽ തന്നെ ചിരി യോഗ, ഇതെല്ലാം ഇന്ന് അവൈലബിൾ ആണ്. ഇതൊക്കെ ഈ ചിരിയുടെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ വീട്ടിലായാലും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് കുടുംബാംഗങ്ങളുമൊക്കെ ആയിട്ട് കളിച്ചിരികളിൽ ഏർപ്പെടുക. കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒത്തിരി റിലാക്സേഷനാണ്. അതുപോലെ പോഷകസമൃദ്ധമായ ആഹാരം, വ്യായാമം, ഉറക്കം ഇതുപോലെ തന്നെ പ്രധാനമാണ്. ദിവസവും ചിരിക്കുക എന്നുള്ളത്. ചിരിക്കാതെ ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അപ്പം ചിരിക്കാൻ കിട്ടുന്ന ഒരവസരവും കളയരുത്. ചിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ദിവസവും കണ്ടെത്തുക. മിക്കവാറും ഈ വെടിവട്ടങ്ങളെന്നൊക്കെ പറയില്ലേ, പണ്ടേ തൊട്ടേ ആൾക്കാർ
ഈ ചിരിക്കാനും ഒന്നിച്ചിരുന്ന് സംസാരിക്കുക. ഇപ്പോൾ ജപ്പാനിലെ ആളുകൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു. അവർ നല്ല ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ്, ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുന്നവരാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുകയും തമാശകളിൽ ഏർപ്പെടുകയും നർമ്മബോധമൊക്കെ സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെയുള്ള സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ പഴയ സിനിമാ ഗാനത്തിൽ പറയുന്നത് പോലെ ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചൂടെ? അപ്പോൾ നമുക്ക് ചിരിക്കാമല്ലേ? അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ ചിരിക്കാൻ തുടങ്ങും. ചിരിക്കാത്തവർ മനഃപൂർവ്വം ചിരി പ്രാക്ടീസ് ചെയ്യുമോ? അത് നിങ്ങൾക്കൊരു അലങ്കാരമായി മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.